ചാലക്കുടി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇത് അതിരപ്പള്ളിക്കുള്ള ട്രാൻസ്പോർട്ട് ബസ്സാണ്. അതിൽ കയറി നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വരുന്നു. അവിടെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ KSRTC ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരക്ക് കുറവായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്നും 40 രൂപയാണ് അതിരപ്പള്ളിയിലേക്ക് ടിക്കറ്റ് ചാർജ്. ബസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാലക്കുടി ടൗണിലൂടെയാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റി വിട്ട് വനപ്രദേശവുമായി അടുക്കുന്ന മേഖലയാണിത്. ഇവിടെ മുതൽ ഇരുവശവും തിങ്ങി നിറഞ്ഞ മരങ്ങളാണ്. താഴോട്ട് വലിയ കൊക്കകളും കാണാൻ കഴിയും. അതിരപ്പള്ളി അടക്കാറായി. താഴെ ചെറിയ അരുവികൾ കാണാം. ആ കാണുന്നത് പാം ട്രീസാണ്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് പാം ട്രീ കൃഷി ചെയ്തിരിക്കുന്നത്. അതിരപ്പള്ളിയിൽ വന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. ടൂറിസ്റ്റുകളെത്തിയ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇത് പ്രവേശന കവാടമാണ്. അതിരപ്പള്ളി പ്രവേശന കവാടം. അത് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ കാണുന്ന റോഡിലൂടെ പോയാൽ വാകച്ചാലിലേക്ക് പോകാം. ഇത് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് ഇവിടെ നിന്ന് കുത്തിനുള്ള കയറ്റമാണ്. ഈ കയറ്റം കയറിയിട്ട് മുകളിൽ ചെന്നിട്ട് വീണ്ടും അടിവാരത്തിലേക്ക് പോകണം. അടിവാരത്തിൽ പോയാലേ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശരിയായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇതിവിടെ ഭയങ്കരമായിട്ടുള്ള കൊക്കയാണ്. ഒരു കുരങ്ങ് അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് കുരങ്ങനെ ഒരെണ്ണം മരത്തിൽ കയറിയിരിക്കുന്നുണ്ട്. ഇത് അങ്ങോട്ട് താഴ്ചയാണ്. ഇത് ജെൻസ് ടോയ്ലറ്റ്, അതുപോലെ ലേഡീസ് ടോയ്ലറ്റും ഉണ്ട്. ഇത് താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വാകച്ചാലിൽ നിന്നും വരുന്ന അരുവികളുടെ ദൃശ്യങ്ങൾ കാണാം. അതുപോലെ തന്നെ റൈറ്റ് കോർണറിലായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ പാർശ്വ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഈ അരുവികൾ വരുന്നത് വാഴച്ചാലിൽ നിന്നാണ്. ഇത് നവംബർ മാസമായതിനാൽ വെള്ളം കുറവാണ്. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വെള്ളത്തിൻ്റെ പ്രവാഹം കാണാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ അരുവിയുടെ ഭാഗത്തു നിന്നും എടുക്കുന്ന സൈഡ് സീനാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങിച്ചെന്ന് ശരിക്കുള്ള ദൃശ്യം പകർത്താം. ഇവിടെ ചില സ്ഥലങ്ങളിൽ ഗർത്തങ്ങളുണ്ട്. കുട്ടികളെയും മറ്റും വളരെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മുകളിലേക്ക് കയറിയതിനു ശേഷം താഴെ മലയുടെ അടിവാരത്തിലേക്ക് പോകാൻ നോക്കാം. ഇവിടെ പ്രിക്കോഷൻസ് എഴുതി വച്ചിട്ടുണ്ട്. 400 മീറ്റർ ആഴ്ചയുള്ള കൊക്കയിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. കുരങ്ങ് അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരു കുരങ്ങ് നടക്കുന്ന പാതയിലും കാണുന്നുണ്ട്. ഇത് ചെങ്കുത്തായിട്ടുള്ള ഇറക്കമാണ്. ഇത് ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം. കൊച്ചു കുട്ടികളെയും മറ്റും കൊണ്ടുവരുമ്പോൾ അവരുടെ പക്ഷേ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. കാരണം ഈ കുരങ്ങന്മാർ ചിലപ്പോൾ ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ മടക്കയാത്രയിലാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ശരിക്കുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങോട്ടുള്ള താഴോട്ടുള്ള ഇറക്കം വലിയ കുഴപ്പമില്ലാതെ ഇറങ്ങിപ്പോന്നു. പക്ഷേ ഇനി മുകളിലേക്ക് കയറുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇത് വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും താഴെ നിന്നുള്ള ദൃശ്യമാണ്.